എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ അകത്തോട്ട് നടക്ക്. ഇല്ല, അകത്തേക്ക് നടക്കും. നിങ്ങൾ അകത്തോട്ട് പോ. ഞാൻ പോകില്ല. നിങ്ങൾ അകത്തോട്ട് പോകാനാ പറഞ്ഞത്. ഇല്ല, ഞാൻ പോകില്ല. നിങ്ങൾ ഇതോടെ പോന്ന് വടി വെട്ടാൻ. ആ, നിങ്ങൾക്കുള്ള വടി ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വെട്ടിയ വലിയ വടി വെട്ടി, ഞാൻ വെട്ടിയ ചെറിയ വടി വെട്ടുള്ളൂ. അടി കൊള്ളുന്നത് ഞാനല്ലേ. രാവിലെ വയറ് വിശക്കുന്നു. നീ കിച്ചണിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടോ ചെല്ല്. അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾക്ക് എന്തുവാ വേണ്ടേന്ന് പറ, അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തരാം. എന്റെ മോക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കിണ്ടോ? വേണ്ട, എന്റെ പൊന്നിന് ഇഷ്ടമുള്ള എന്തുവാന്ന് പറ, അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തരും. പുട്ടുണ്ടാക്കും. അയ്യോ, വെള്ളം കുടിച്ച് ഊപ്പാട് വരുത്തില്ലയോ? പിന്നെ ഇടിയപ്പം ഉണ്ടാക്കടി. അതിന്റെ കുരുക്കൊക്കെ അഴിച്ചിട്ട് അത് എപ്പ തിന്ന് തീർക്കാനാ? എന്നാ ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്ക്. അയ്യോ, നെഞ്ചരിയത്തില്ലയോ? എന്നാ അത് വിട്, 2 ഇഡലി ഉണ്ടാക്കിക്കൊണ്ടു. ഇവിടെ 16 അടിയന്തരം നടക്കുന്ന ഇഡലി പുഴുങ്ങി തിന്നാൻ. വാവേ, ഇന്ന പൊന്നെ, എന്റെ മോക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കൊണ്ടു വാ. എനിക്ക് ചേട്ടന് എന്ത് ഇഷ്ടമെന്ന് പറ, അത് ഞാൻ ഉണ്ടാക്കി തരും. നീ എനിക്കിട്ട് ഉണ്ടാക്കല്ലേ? നീ കുറെ നേരം അതുണ്ടാക്കി ഇതുണ്ടാക്കുന്നു പറഞ്ഞിട്ട് എനിക്കിട്ട് കയറി ഉണ്ടാക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്നു പറഞ്ഞ അടുക്കളയിൽ എന്തായാലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ മനുഷ്യ? വല്ല പണിക്കിറങ്ങി പോ മനുഷ്യ. കർത്താവേ, ഇവിടെ തല വെള്ളടി വെട്ടത്തേ ഉള്ളൂ. എടി, നിന്റെ പറച്ചിൽ കേട്ടാ ഞാൻ എന്താ പണിക്കും വേലയ്ക്ക് പോകുന്നത്? ഇവിടെ അടയിരിക്കുവാണോടി? എടി, എനിക്ക് 1-ാം തരം ജോലിയുണ്ട്. ഇലക്ട്രീഷ്യൻ ജോണി. അയ്യോ, ഇലക്ട്രീഷ്യന്റെ ഗുണം വന്ന് നിങ്ങൾ ഇങ്ങോട്ട് പറയല്ലേ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ആ വിജയണ്ണന്റെ വീട്ടിൽ പോയി കോളിംഗ് ബെല്ല് ശരിയാക്കിയോ? ആ, കോളിംഗ് ബെല്ല് ശരിയാക്കിയല്ലോ. അതിന് പൈസ കിട്ടിയില്ല. ഇന്ന് രാവിലെ ചെന്നാ പൈസ മേടിക്കണം. പൈസ മേടിക്കാൻ അങ്ങോട്ട് ചെല്ല്. കഴിഞ്ഞ ദിവസം വിജയണ്ണൻ എന്നെ കണ്ടപ്പോ പറയുവാ, നിന്റെ കെട്ടിയോ വന്നവിടെ കോളിംഗ് ബെല്ല് ശരിയാക്കി. പക്ഷെ ചുച്ചേ കുത്തുമ്പോ കിണറ്റി കിടക്കുന്ന മോട്ടർ ഓൺ ആയി ടാങ്കിനകത്ത് വെള്ളം നിറഞ്ഞു വന്നു. ഈ പണി നിങ്ങൾക്ക് പറ്റാത്തോണ്ടല്ലോ എന്റെ അച്ഛൻ അഡ്വക്കേറ്റിന്റെ വീട്ടിൽ കാറിന്റെ ഡ്രൈവറായിട്ട് നല്ല 1-ാം തരം ഒരു ജോലി നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നെ. അതിന്റെ ജോലിക്ക് സ്റ്റാർട്ടിങ് 2000, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂട്ടിത്തരാന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഈ മനുഷ്യൻ കാണിച്ചെന്തുവാ? വീട്ടിലോട്ട് ചെന്ന് കയറി വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയുക, സ്റ്റാർട്ടിങ്ങില് 2000 താ, എന്നാലേ ഫസ്റ്റ് ഗിയർ. ഇതൊന്നും പോരാഞ്ഞിട്ട് അവിടെ കിടന്ന എല്ലാ വണ്ടികളും ഇങ്ങനെ സ്റ്റാർട്ടാക്കി. ഏത് വണ്ടി സ്റ്റാർട്ട് ആക്കിയാലും ഈ 2000 രൂപ കിട്ടുന്നത് നമുക്കൊന്നറിയാം. അണ്ണന്റെ പേരെന്തര്? എന്റെ പേര് വർക്കിച്ചൻ. വർക്കിച്ചനാ. എന്റെ പേര് ഉഷ. ഉഷ. ഓ, അണ്ണ തിരുവനന്തപുരത്തൊക്കെ വരുവോ? തിരുവനന്തപുരത്ത് വേണം വരും. വരുവോ? അണ്ണ വരം പിന്നെ പാലരാത്തോട്ട് വരണം കേട്ടാ. എന്റെ വീട് അവിടെ. ഓ, എന്റെ വീട്ടിൽ വരണം, എന്നെ വിളിച്ചാ മതി. എന്നിട്ട് വീട്ടിൽ വന്ന അപ്പികൾ കലക്കിയ വെള്ളമൊക്കെ തരാം. അപ്പികൾ കലക്കിയ വെള്ളം എനിക്ക് വേണം. നിന്റെ കെട്ടിയോനെ കൊണ്ട് കൊടുക്കാം അപ്പി കലക്കിയ വെള്ളം. ഞാൻ പറഞ്ഞത് എന്റെ ഭാഷയാണെന്ന്. നിങ്ങൾ എന്തായാലും എന്നെ കളിയാക്കാറില്ല. അപ്പികൾ കളി. ഈ വീട്ടിൽ താമസിക്കുന്നത് 12 വർഷത്തിൽ കൂടുതലായി. ഇന്ന് വരെ എനിക്ക് മാറി കൊടുക്കാൻ ഒരു തുണിയുണ്ടോ? ആകെ ഉള്ള തുണിയാണെങ്കിൽ അവിടെ ഇവിടെ കീറി കിടക്കുന്നത്. അത് ഇട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ അത് ഊരി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നതാ. എടാ കാർത്തി, അവളുടെ ഒരു സങ്കടം പറഞ്ഞ അല്ല, നീ വെറുതെ വെയിൽ കൊള്ളല്ലേ, നടക്കുന്ന കേട്ടല്ല. ഞാനൊരു കാര്യം പറയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാനൊരു തന്തയില്ലാത്ത കൊച്ചാണോ? ആ, ഇനി ആ കുറ്റോടെ എന്റെ തലയെ കൊണ്ട് വെക്ക്. അങ്ങനെ എന്താ ഞാൻ പറഞ്ഞത്? പിന്നെ ഞാൻ ജനിച്ചപ്പോഴും എന്റെ അച്ഛൻ മരിച്ചു പോയെന്നാ പറഞ്ഞത്. അയ്യോ, ഐശ്വര്യ ധാമം. ഓ, അപ്പഴേ പോയി. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാ അമ്മ എന്നെ പ്രസവിക്കുന്നത്. അപ്പൊ +2 വരെ നീ നിന്റെ അമ്മയുടെ വയറ്റിരുന്ന് പഠിച്ചാ? ശംഭോ മഹാദേവ. ആരാ? ഞാൻ ജഗന്നാഥൻ. ഞാൻ ശാന്ത, കുന്നുമ്മേൽ ശാന്ത. വടകര വത്സല നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. അല്ലാന്ന് തോന്നാൻ വത്സലെ മുമ്പ് കണ്ട പരിചയം വല്ലതും ഉണ്ടോ? റൂട്ട് കനാൽ ചെയ്ത് പല്ലിട്ട കമ്പികൾ, കമ്പിയിട്ട പല്ലുകൾ. പിന്നെ അഴിഞ്ഞു വീണ് കേശവദാസപുരം. അല്ല, അങ്ങനെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. കേശഭാരം. ഈ മുള്ളംകൊല്ലിയിലെ സണ്ണി ലിയോണ മാഷേ ഞാൻ. വെള്ളത്തെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് തീർച്ചയായും വെള്ളം നിങ്ങളെ തിരിച്ചും സ്നേഹിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ എല്ലാവരും കുളിക്കുമ്പോൾ വെള്ളത്തെ സ്നേഹിച്ചുകൊണ്ട് കുളിക്കുക. എന്നിട്ട് അല്ലെങ്കിൽ ഇതൊരു വെള്ളത്തിനെ സ്നേഹിക്കുന്ന ഫാലിമയാന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ പൊന്നാരമ്മ, ഇന്നലെ അമ്മയുടെ മറ്റേ മൂത്ത മാമനില്ലേ വെള്ളത്തിനെ സ്നേഹിച്ച് വന്നിട്ട് പോപ്കോൺ എന്ന് കരുതി അപ്പൂപ്പന്റെ സെറ്റ് എടുത്ത് കടിക്കാൻ നോക്കിയ ആളാ വെള്ളത്തിനെ സ്നേഹിക്കാൻ പറയണേ. എടി, മനുഷ്യനായാലേ ലക്ഷ്യബോധം വേണം, ലക്ഷ്യബോധം. അമ്മ, അമ്മക്ക് ലക്ഷ്യമുണ്ട്, പക്ഷെ ബോധമില്ല. എന്നാ ഞാൻ നിന്നോട് ഇനി ഒരു സത്യം പറയട്ടെ. എന്തോ സത്യം? ഞാൻ നിന്നോട് ഇപ്പൊ 500 രൂപ ചോദിച്ചില്ലേ? അത് വേറൊരു ഒറ്റ അനാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടുമല്ല, പിന്നെ ഒരു ചാരിറ്റിക്ക് വേണ്ടിട്ടാ. അതെ, അത് ചാരിറ്റിക്ക് വേണ്ടിട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. വേണ്ട. അല്ല,
എന്തായാലും ഒരു കാര്യം ചെയ്യും വേണ്ടടി, എത്രയോ പൈസ വെറുതെ കളയുന്നു. വേണ്ട വേണ്ട 500. വേണ്ടടി, വേണ്ട. ഈ കാശ് പിടിക്കുക. ഡി വേണ്ട, ചുമ്മാ ഈ കാശ് പിടിക്കാൻ ഈ കാശ് പിടിക്കാൻ പിന്നെ ഏതാ ചാരിറ്റി? ബിവറേജ് പുതിയതായിട്ട് വന്ന സാധനം, ചാരിറ്റി. കുറച്ച് നാളുണ്ട് ഞാൻ ശ്രദ്ധിക്കണത്. ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇപ്പൊ മിണ്ടാൻ നേരമില്ല, എന്നോട് കൊഞ്ചിക്കൊഴയാൻ നേരമില്ല, എന്നോട് സംസാരിക്കാൻ നേരമില്ല, എന്റെ അടുത്ത് വന്ന് ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും നേരമില്ല. ഒരു അകൽച്ച, ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എന്തിനിങ്ങനെ ജീവിക്കണം? പൊക്കൂടെ? പറഞ്ഞു തീർന്നാ നിങ്ങള്? തീർന്നു. എന്നാ ഞാനും ഒന്നും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട നീ എന്ത് കാണുന്നുണ്ടെന്നാ പറയണത്? എന്ത് കാണുന്നുണ്ടെന്നാ? ഒന്നല്ല, 1000 കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യം നീ പറ. നിങ്ങളെ ആ അടുക്കള നിൽക്കണ പെണ്ണിനോട് കെട്ടിപ്പിടിക്കണോ, ഉമ്മ വെക്കണോ, ശൃംഗരിക്കുന്നു, കുഴഞ്ഞാടുന്നു, കൊഞ്ചിക്കൊഴയണോ, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ. ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങൾ. എടി, അടുക്കള നിൽക്കണ പെണ്ണ് എന്റെ ആരാടി? ഭാര്യ. നീ ഇവിടുത്തെ ആരാണ്? ചേലക്കാരി. അത് നീ മറക്കരുത്.